മലയാള സിനിമയുടെ അഭിമാനമായ മോഹൻലാൽ വെള്ളിത്തിരയിലെ മാന്ത്രികൻ മാത്രമല്ല അദ്ദേഹം. ഇന്ത്യൻ സൈന്യത്തോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും ആദരവും എന്നും ശ്രദ്ധേയമാണ്. ഒരു നടനായി വളർന്നപ്പോഴും സൈനികരോടുള്ള അദ്ദേഹത്തിന്റെ ആദരവ് ഒട്ടും കുറഞ്ഞില്ല. ചെറുപ്പം മുതലേ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകാൻ മോഹൻലാൽ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ജീവിതം അദ്ദേഹത്തെ എത്തിച്ചത് വെള്ളിത്തിരയിലേക്കാണ്. എങ്കിലും യൂണിഫോമിലുള്ള ധീര ജവാന്മാരോടുള്ള അദ്ദേഹത്തിന്റെ ബഹുമാനം വാക്കുകൾക്ക് അതീതമായിരുന്നു. ടെലിവിഷൻ അഭിമുഖങ്ങളിലും ലേഖനങ്ങളിലും അദ്ദേഹം പലപ്പോഴും അതിർത്തി കാക്കുന്ന സൈനികരുടെ ധീരതയെയും ത്യാഗത്തെയും പ്രകീർത്തിച്ചു. മോഹൻലാലിന്റെ സൈനികനോടുള്ള ഇഷ്ടം വെള്ളിത്തിരയിലും പ്രതിഫലിച്ചു. കീർത്തിചക്ര, കുരുക്ഷേത്ര, കാണ്ഡഹാർ എന്നീ സിനിമകളിൽ അദ്ദേഹം അവതരിപ്പിച്ച സൈനിക കഥാപാത്രങ്ങൾ രാജ്യത്തെ യുവതലമുറയ്ക്ക് വലിയ പ്രചോദനമായി. പ്രതികൂലമായ സാഹചര്യങ്ങളിലും അപകടം നിറഞ്ഞ പ്രദേശങ്ങളിലും ചിത്രീകരിച്ച ഈ സിനിമകൾ താഴ്വരയിലെ സൈനികരുടെയും സാധാരണക്കാരുടെയും ജീവിതം വരച്ചുകാട്ടി. ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് പ്രചോദനമാകാൻ മോഹൻലാൽ തന്റെ പദവി ഉപയോഗിച്ചു. 2009 അദ്ദേഹം ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ചേരാൻ അപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ അപേക്ഷയെ സൈന്യം പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു നടന് ലഭിക്കുന്ന ബഹുമതിയായിരുന്നു അത്. ലഫ്റ്റനന്റ് കേണലിന്റെ ഓണറ്ററി റാങ്ക്. മോഹൻലാലിന്റെ സൈന്യത്തോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിനും പ്രതിബദ്ധതയ്ക്കുമുള്ള അംഗീകാരമായിരുന്നു ഇത്. വെള്ളിത്തിരയിൽ എന്ന പോലെ ജീവിതത്തിലും തന്റെ രാജ്യത്തെയും സൈന്യത്തെയും സ്നേഹിക്കുന്ന ഈ അതുല്യ കലാകാരന് എല്ലാവിധ ആശംസകളും. എന്നാൽ കാലം മാറി. എമ്പുരാൻ എന്ന പുതിയ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം, ചില രംഗങ്ങൾ, അത് സൈനിക ബഹുമതിയുടെ അന്തസ്സിന് ചേർന്നതാണോ? ഇപ്പോൾ ഉയരുന്ന ചോദ്യം അതാണ്. മിഥുൻ എന്ന വ്യക്തി പ്രതിരോധ മന്ത്രാലയത്തിന് നൽകിയ പരാതിയിൽ പറയുന്നത് എമ്പുരാനിലെ ലാലിന്റെ കഥാപാത്രം അദ്ദേഹം വഹിക്കുന്ന ഓണറ്ററി പദവിക്ക് വിരുദ്ധമാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. ഈ ആരോപണം ലാൽ എന്ന നടനെ മാത്രമല്ല അദ്ദേഹം അണിഞ്ഞിട്ടുള്ള സൈനിക ബഹുമതിയെയും ചോദ്യം ചെയ്യുന്നു. മിഥുൻ ആവശ്യപ്പെടുന്നത് മോഹൻലാലിന് നൽകിയ ഓണറ്ററി പദവി പുനഃപരിശോധിക്കണമെന്നാണ്. ഓണറ്ററി പദവികൾ നൽകുന്നത് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ടാകണമെന്നും അദ്ദേഹം വാദിക്കുന്നു. എന്തായിരിക്കും ഇതിന്റെ പരിണിത ഫലം? പ്രതിരോധ മന്ത്രാലയം എങ്ങനെ പ്രതികരിക്കും? മോഹൻലാലിന്റെ പ്രതികരണം എന്തായിരിക്കും? ഉറ്റുനോക്കുകയാണ് സിനിമാ ലോകവും അദ്ദേഹത്തിന്റെ ആരാധകരും. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.